ജോണേട്ടനല്ലേ അത്? ആ, തേച്ചും കുടിക്കല്ലേ, കുറച്ച് ലൂസാക്കിയിട്ട് അനക്കെന്താ? ഇത് അതല്ലടൂ, ഭയങ്കര അസിഡിറ്റി, വയറ്റിൽ ഭയങ്കര പ്രശ്നമാണ്. ജ്യൂസാക്കി തരാം. എപ്പോൾ നോക്കിയാലും ഇതേ ഉള്ളൂ, കുടി കുടി. ഇതെന്നാ മരം നോക്കിയിട്ട് ഇങ്ങനെ നിന്നിനി? എടാ ബേബി, നീ ഒന്ന് മേലോട്ടൊക്കെ നോക്കിയാ. എടാ എടാ തേന്, എൻ്റെ മോന് ഇഷ്ടം പോലെ തേനുണ്ടാവും അതിൻ്റെ അകത്ത്. തേനുണ്ടാവും, പക്ഷെ പായ്ത്തേനാ, ഭയങ്കര റിസ്ക്കാണ്. പോരാത്തതിന് മരത്തിൻ്റെ മുകളിലും. കിട്ടിയിട്ടുണ്ടെങ്കിൽ തേനിൻ്റെ അകത്ത് കുളിക്കേനു. കുത്ത് കിട്ടിയാലേ മണ്ണി കിടക്കാം. എടാ ബേബി, ആ നമ്മളെ കാതറില്ലേ, അണ്ടിക്കാതർ, അയാളെ എസ്റ്റേറ്റിലുണ്ട് സാധനം. പൊക്കിയാലോ? എന്നാ നമുക്ക് ഇപ്പം തന്നെ പോയി കളിയാ. എന്തോരം തേനുകളായി കിടക്കുന്നു നോക്കറാ. എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് കുടിക്കേനു. എടാ CCTV ഉണ്ടടാ. എടാ ആ കൂടെ എൻ്റെ ആടാ അല്ലേ? ഒരു കാര്യം ചെയ്താലോ, ഒരു കല്ലെടുത്തിട്ട് ഒറ്റ ഏറ് കൊടുത്താലോ? എൻ്റെ നല്ല ഷൂട്ടാണ്, ഒറ്റ ഏറിന് പൊട്ടു. എടാ കഴിഞ്ഞ മാസം കിട്ടിയത് നീ മറന്നോടാ. ഓ, ആ ബൾബെറിഞ്ഞ് പൊട്ടിച്ചെൻ്റെ അല്ലേ? അതിൻ്റെ വേദന ഇപ്പം പോയിട്ടില്ല. ബൾബ് പോലെ ആയിരിക്കില്ല CCTV, കിടക്കേണ്ടി വരും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എടാ പാര നാരാണ്ട ഓർമ്മത്ത് ഒരു പെട്ടിയുണ്ട്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ പോയിട്ട് എടുത്താലോ? ഇപ്പം പറ്റില്ല, നാരാണ്ട ഉണ്ടാവും. എന്നാൽ നമുക്ക് രാത്രി പോയാലോ? രാത്രി ഓനൊരു ഉറക്കമില്ലാത്തവനാണ്. കാലമാടെ. പിന്നെ പുലർച്ചെ വിടാം, ഒരു 5 മണിക്ക് നിലാവിൻ്റെ വെളിച്ചത്തിൽ. ആ, അത് നല്ല ഐഡിയ ആണ്. കിട്ടിയ പാടുന്ന് തന്നെ എടുത്ത് കുടിക്കണം. കുറേ ആയി തേന് കുടിച്ചിട്ട്. അല്ല, ഈ CCTV ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? നിൻ്റെ അച്ഛൻ. അല്ല, ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വാങ്ങിയേനു. ഇവിടെ മെഴുകുതിരി വാങ്ങാൻ പറ്റില്ല, അന്നേരം അവൻ്റെ CCTV. എടാ ഇന്ന് രാത്രി മൊബൈൽ നോക്കിയിരിക്കല്ലേ? ഇല്ല, രാവിലെ ആക്റ്റീവ് ആകാൻ പറ്റൂല, സമയത്ത് ഉറങ്ങിക്കോളാം. ആ, ഞാനൊരു കാര്യം ചെയ്യുന്നാൽ ഞാൻ കൃത്യം 3 മണിക്കാണ് എണീച്ചാടി ഇരുന്നോളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് വേണം തേനീച്ചപ്പെട്ടി നടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ അങ്ങനെ എണീക്കാം. നാളെ ഇതെല്ലാം വിട്ടിട്ട് പോകണമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ നീ വിഷമിക്കണ്ടടാ. ഇവിടെ ഒരു പവർ കട്ട് വരുന്നുണ്ട്. ആ മല ഹൈ റേഞ്ചിലല്ലോ, ഈ തൂണ് മാറ്റൽ തുടങ്ങിയിട്ടുണ്ട് KCB. അന്നേരം ഒരാഴ്ച കറണ്ട് ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് അന്നേരം മൊത്തത്തിൽ അങ്ങ് എടുത്തു കൊണ്ടുപോകാം. എന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഒരേ കുടി മുക്കുക കുടിക്കുക. എടാ ബേബി, ഇതാ ഞാൻ പറഞ്ഞ പാരനാരായണൻ്റെ വീട്. ഓ, ഇത് അല്ലേ? ചെറ്റയാ, ഒരു പെമ്പിളറെ ആലോചന മുമ്പിടൂല, എല്ലാം വേണം. എന്നാ പിന്നെ ഓൻ്റെ പൊക്കിയിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ? ഇനി തേൻ്റെ പൊട്ടിയൊന്നും ഇടിയും കാണുന്നില്ലല്ലോ. അതാടാ, അങ്ങോട്ടുണ്ടടാ. ഓ, അങ്ങോട്ട് പോകണം. പറമ്പ് വൃത്തിയാക്കുമ്പോൾ കണ്ട്, ഇന്നലെയും കൂടി കണ്ടതാ. എന്നാ വാ. ജോണേട്ടാ, പന്നിയെല്ലാം ഉണ്ടാകുന്ന സമയം. പന്നിയെങ്ങാനും വന്ന് കുത്തിയിട്ടുണ്ടെങ്കിണ്ടല്ലോ, തേന് കുടിക്കുന്നതിന് പകരം ആശുപത്രി പോയിട്ട് മരുന്ന് കുടിക്കേണ്ടി വരും. ഉണ്ടാണ്ടിക്ക് നാരായണക്കാണ്ടി ബില്ല പന്നിയൊന്നും ഇടിയില്ല. ഞാനല്ല കൂടെ ഉള്ളത്. അനക്ക് മരുത്തം വെക്കാനും അറിയില്ലേ? എടാ നിന്റെ വായ പൂട്ടാ ഞാൻ എന്താ തരേണ്ടത്? എന്താണ്ട് നടക്കടാ. എടാ ബേബി, അതാ പെട്ടിയല്ലേ?
എല്ലാ ജോണേട്ടാ അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുടിച്ചിട്ട് പോയിക്കൂടെ തേന്? കുടിക്കലും മറിക്കലും കുളിക്കലും എല്ലാം വീട്ടിൽ വീട്ടിൽ എങ്ങനെ കഴിച്ചിടാം. ആരാണ് എണീച്ചല്ലേ പൊലച്ചൊക്കെ എണീക്കുന്നവനാ. അവൻ്റെ ഇടിക്കൊന്നും ഒരു മയം ഉണ്ടാകും. ഇടീൻ്റെ പേര് മാത്രം പറയല്ല ജോണേട്ടാ, പേടിപ്പിക്കല്ല. ഒരു ഇടി മാത്രമേ ഇരിക്കുന്നു. ഇടിക്കാനേ പറ്റും, കൊടുക്കാൻ അറിയില്ല. നീ എത്ര കാലം എൻ്റെ പെണ്ണാൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇതാ ഇതാ സാധനം. ആഹാ എടാ ബേബി, ആ ഇതൊന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ലടാ. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? നേരം വെളുക്കാനാകുന്നത്രയല്ലേ ഇല്ലൂ. ഇവരിപ്പം നല്ല ഉറക്കിലായിരിക്കൂലേ. അല്ലേ? പിന്നെ ഞാൻ തന്നെ എണീക്കണേ ചെയ്തോ 10-11 മണിക്കല്ല എണീക്കുക. ആ അന്റെ തല ജോണേട്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനല്ലേ മുമ്പിൽ. നല്ല കനമുണ്ട് കേട്ടാ. നമുക്ക് വയറ് നിറയെ കുടിക്കണം, ബാക്കി നമുക്ക് വിൽക്കാം. എടാ ബുക്കലും കുടിക്കലെല്ലാം വീട്ടിലെത്തി. നീ ആദ്യം അയ്യാ എന്താ അമ്മ, ഇതെന്തൊരു തേനീച്ചകളാണ്. ജോണേട്ടാ കുറച്ച് സമയം പിടിക്കുമോ ഇത്? എടാ എത്തിയടാ. കുലുക്കാണ്ട് കിടക്ക്. മുടിഞ്ഞ കനം. കുലുക്കല്ല കളവും. കളയിട്ടുണ്ടെങ്കിൽ അന്നയല്ലേ കടിക്കൂ. ഒച്ചാക്കല്ല ഓള എണീക്കും. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അപ്പുറത്തെ കുരുക്കളെല്ലാം ഇപ്പൊ ഉറക്കണം. പിടിച്ചോ പിടിച്ചോ. ഓ അതെടുത്തോ. ഇതെന്താ മന്ത്രിച്ചവരയിലും കെട്ടി വെച്ചിന്? എൻ്റെ എനർജി എച്ചും പോയി കേട്ടാ. എനർജി ഡ്രിങ്ക് അല്ലേ വന്നു. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ബേ തുറക്ക്. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് വേണം എനിക്ക് കോംപ്ലൈന്റ് ആകാൻ. ഇത് കെട്ട് കാണുന്നില്ലല്ലോ. വലിയടാ ഓ ഇത്രയും ഇല്ലു അല്ലേ? അല്ല ഇതെന്നാ കല്ല്? അന്റെ തേന്, അന്റെ എനർജി എല്ലാം വേസ്റ്റ് ആയില്ലേ? ബേബി ജീവിതത്തിൽ ഇതേപോലത്തെ പണി കിട്ടിയിട്ടില്ല. എൻ്റെ എനർജി എല്ലാം വേസ്റ്റായി. എനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ചേരണേ. ചായ ആരാണ്ടൊരു പണി കൊടുക്കണോ? ആരാടെ തമ്മക്കിട്ടാ പണി തന്നേ?